അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, MD ഒക്കെ എടുത്തിട്ട് ഡോക്ടറാണ്, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം നമ്മൾ ഈ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ലൈഫിൽ ഭയങ്കര അച്ചീവ് ചെയ്ത ആൾക്കാരാണ്. ഡോക്ടർ, MD, ഗവൺമെൻറ് ജോലി, ഒന്നും കട്ട അവരൊന്നും ജീവിക്കുന്നില്ല. പക്ഷെ അത് പിന്നെ നമുക്കറിയില്ലല്ലോ, നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇവരൊക്കെ ഭയങ്കര അടിപൊളി ലൈഫാണ്. പക്ഷെ പിന്നെ പുള്ളിയോട് സംസാരിച്ചപ്പോഴേക്കും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ലൈഫ് ജീവിക്കണമെന്നാണ് വെച്ചാൽ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. അവർക്ക് ലൈഫിലൊന്നും പുള്ളി പറയണതെന്ന് വെച്ചാൽ പേഴ്സണലി പുള്ളിക്ക് ഇതേപോലെ കഥ എഴുതണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം, സിനിമ റൈറ്റർ ആവണം. പക്ഷെ പുള്ളി വിചാരിച്ച ലൈഫേ അല്ല. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പോവും, അതാണ് ലൈഫ്. നമ്മൾ എന്ത് വിചാരിക്കോ, ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ ഇപ്പം ഗൗരി പറഞ്ഞില്ലേ, യൂണിവേഴ്സ് കൺസ്പയർ ചെയ്താൽ അത് നടക്കും എന്ന് പറഞ്ഞില്ലേ, അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ലൈഫ് നേരെ തിരിച്ചാണ്. ഇത് നടക്കൂലെന്ന് വിചാരിച്ചാലാണ് നടക്കുക. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ആഗ്രഹമുണ്ട്, അപ്പം നമ്മൾ വിചാരിക്കുമോ നമ്മൾ അവിടെ എത്തിപ്പെടാൻ പോണില്ല, ഇതൊന്നും നടക്കാൻ പോണില്ലെന്നായിരിക്കും വിചാരിക്കും. കാരണം നമുക്കൊരു പ്രതീക്ഷ കാണൂലല്ലോ. അങ്ങനെ വിചാരിക്കുമ്പോഴായിരിക്കും ആ സാധനം നടക്കുന്നത്. അഞ്ജന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അഞ്ജന് ഉറപ്പുണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പുറമേ അഞ്ജന് തോന്നുമായിരിക്കും. പക്ഷെ തന്റെ ഉള്ളിൽ തനിക്ക് എവിടെയോ കോൺഫിഡൻസ് ഉണ്ട്. അതാണ്, അല്ലാതെ അങ്ങനെ. കാരണം ഈവൻ വേർഡ്സ് പോലും മാറ്റേഴ്സ്. ഇപ്പോൾ ഒരു കാര്യം എനിക്കത് കിട്ടില്ല എന്ന് പറയാൻ പാടില്ല, എനിക്കത് കിട്ടും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാപ്പൻ. അതാണ് ആ ഒരു വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ തൻ്റെ ഉള്ളിൽ അത് കോൺഫിഡൻസ് ലെവൽ ഹൈ ആണ് അഞ്ജന്. അതുകൊണ്ടാണ്